നമസ്കാരം. ഇപ്പോൾ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നതൊക്കെ എമ്പുരാനാണല്ലോ. എവിടെ നോക്കിയാലും ഇപ്പോൾ എമ്പുരാൻ്റെ വിവാദമാണ് മെയിനായിട്ട് നിൽക്കുന്നത്. മാർച്ച് 27 സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വൻ ഹൈപ്പിലുള്ള ഒരു മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ, ഏറ്റവും ഹൈപ്പിൽ വരുന്ന സിനിമ എന്ന ഒരു വിശേഷണത്തോടു കൂടി വന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു കോലാഹലങ്ങൾ, ഈ പറയുന്ന അതിനകത്ത് ഗുജറാത്ത് കലാപം കാണിച്ച സമയത്ത് അത് മാത്രമേ കാണിച്ചുള്ളൂ. അതിന് മുന്നിൽ നടന്ന എന്താണെന്നൊന്നും കാണിച്ചില്ല എന്ന പേരുള്ള കുറേ ഈ പറയുന്ന വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമൂഹത്തിൽ, ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയാസിലും മെയിൻ സ്ട്രീം ചാനൽസിലും ഒക്കെ. അപ്പോൾ എൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്, ഇത് മനഃപൂർവ്വം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ള ഈ ഒരു വിവാദം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണോ എന്നുള്ള സംശയം എനിക്കില്ലാതില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ബഡ്ജറ്റാണ്. ഇത്രയും ബഡ്ജറ്റുള്ളൊരു സിനിമ മലയാളത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ നിയർലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് മരയ്ക്കാർ അറബിക്കടലുള്ള സിംഹം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, അത്രയും വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, അത് ആ സമയത്ത് ആ സിനിമ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണോ ഇത് എന്നെനിക്ക് നല്ല സംശയമുണ്ട്. മനഃപൂർവ്വം ഇങ്ങനെ ഒരു സീൻ അതിനകത്ത് ആഡ് ചെയ്യുന്നു. അതിനകത്ത് മറ്റേ ട്രെയിൻ കത്തിക്കുന്ന സീന് വളരെ കുറച്ച് മാത്രമേ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങോട്ട് ഈ പറയുന്ന ഈ ഗുജറാത്ത് കലാപം, മറ്റേ ഗോദ്രയിലെ ട്രെയിൻ തീവെപ്പ്, അത് ആര് തീവെക്കുന്നു എന്നുള്ളതൊന്നും ക്ലിയർ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഹിസ്റ്ററി മെയിൻലി വളച്ചൊടിച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് അവർ ശരിയായിട്ട് ഈ പറയുന്ന ആദ്യം കാണിച്ച സാധനങ്ങൾ ശരിയായിട്ട് കാണിച്ചിരുന്നുണ്ടെങ്കിൽ, രണ്ടുപേരെയും ഒരുപോലെ പരിഗണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഈ നെടുമ്പള്ളി ഡാമും 991 വർഷത്തെയും കാര്യം പറയുന്നുണ്ട്. നെടുമ്പള്ളി ഡാമൊന്നും അല്ല, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏത് ഡാമിനെ പറ്റിയാണ് സംസാരിക്കുന്നുള്ളത്. അപ്പോൾ ഈ സിനിമയായിട്ട് കാണുക എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആരും സിനിമയായിട്ടൊന്നും അങ്ങനെ കാണാറില്ല. അവരെ ഇങ്ങനെ പറയും സിനിമയായിട്ട് കാണണം എന്നൊക്കെ. കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് സ്വീകരിച്ച മനോഭാവമല്ല ഇപ്പോൾ ഉള്ളതെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഹൈക്കോടതിയിലൊക്കെ ഇതിനെതിരെ ഹർജി പോയിട്ടുണ്ട്. ഈ പറയുന്ന സിനിമ നിർത്തണം, പ്രദർശനം നിർത്തണം എന്നാവശ്യപ്പെട്ട ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അനാവശ്യ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഹർജി, എമ്പുരാൻ പ്രദർശനം തടയുമെന്ന ഇടക്കാല ആവശ്യം തള്ളി ഹൈക്കോടതി. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത്. അപ്പോൾ നമുക്ക് എന്തുമായാലും അതിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. അതായിരിക്കും നല്ലത്. തടയില്ലെന്ന് ഹൈക്കോടതി. സെൻസർ ബോർഡ് അംഗീകാരമുള്ള സിനിമയല്ലേ, പിന്നെ എന്താണ് പ്രശ്നമെന്നും കോടതി നിരീക്ഷിച്ചു. ഇപ്പോൾ വിശദാംശങ്ങളുമായി PS വിമലാണ് ചേരുന്നത്. വിമൽ, ഈ എമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടാണല്ലോ കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്? നീതു, ഹർജി കോടതി തള്ളിയിട്ടില്ല, മറിച്ച് ഇടക്കാല ആവശ്യം തള്ളുകയാണ് ചെയ്തത്. അതായത് എമ്പുരാൻ സിനിമയുടെ പ്രദർശനം അത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു ഒരാൾ ഈ ഹർജി സമർപ്പിച്ചത്. എന്നാൽ ഹർജിക്കാരൻ ചിത്രം കണ്ടിരുന്നുവെന്നായിരുന്നു കോടതി ഇന്നിപ്പോൾ ചോദിച്ചത്. ഒപ്പം തന്നെ ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചിട്ടുള്ള സിനിമയാണ്, പിന്നെ എന്താണ് പ്രശ്നമെന്നായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ ചോദ്യം. ഒപ്പം തന്നെ ഈ ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ എമ്പുരാന്റെ പ്രദർശനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നായിരുന്നു ഹർജിയിലെ ഇടക്കാല ആവശ്യം. എന്നാൽ ഈ ആവശ്യം അനുവദിക്കാനാവില്ലെന്നാണ് ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറിച്ച് ഈ ഹർജിയിൽ വാദം കേൾക്കാമെന്ന കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സെൻസർ ബോർഡിന് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയില്ല എന്നാണ് ഹൈക്കോടതി. നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. കാരണം ഇപ്പോൾ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു സർക്കാരിനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് വിമർശിക്കാം, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ ഇപ്പോൾ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, ആ സിനിമയെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണ് മിക്കവാറും എല്ലാവരും. ഇപ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് വിമർശിക്കാം, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വിമർശിക്കാം. പക്ഷേ അത്
പ്രദർശിപ്പിക്കരുത്, അല്ലെങ്കിൽ അത്രയ്ക്ക് മാരകമായിട്ടുള്ള എന്തെങ്കിലും സാധനമായിരിക്കണം. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇത് ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. അതിനെ ചെറിയ രീതിയിൽ നിന്ന് പിന്നെ ഒരു വളച്ചൊടിച്ച് നടന്നു, ചെറിയ രീതിയിൽ നിന്ന് വളച്ചൊടിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഇതിനകത്ത് പിന്നെ പ്രദർശിപ്പിക്കരുത് എന്ന് പറയാനായിട്ടുള്ള അർഹത ആർക്കുമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പം അതല്ലാതെ പ്രദർശിപ്പിക്കരുത് എന്ന് പറയാനുള്ള അവകാശമൊന്നും ഈ ഇന്ത്യയിൽ ഒന്നും ആർക്കുമില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ ഇന്ന് മാധ്യമങ്ങൾ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കളയുന്നത് ഭയന്നിട്ടാണോ? അല്ല, ഇതിനകത്ത് ഭയം എന്നുള്ളതല്ല. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. മോഹൻലാൽ സാറും അതെ, പൃഥ്വിരാജും അതെ. എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെയുള്ളൊരു അസോസിയേഷനിൽ നമ്മൾ പോയിട്ടില്ല. ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കും ഒക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അത് 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ആൾക്കാർക്ക്, ഏതൊരു ആൾക്കാർക്ക് വിഷമമുണ്ടായാലും അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങളെല്ലാവരും. പുള്ളി പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ ആരുടെയും നിർദ്ദേശപ്രകാരമല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വിഷമം വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നേരിടണം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത വെർഷൻ ഇന്ന് തൊട്ട് പ്രദർശനം തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണോ ഉള്ള ചോദ്യമുണ്ട്. ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്. കാരണം ഈ സിനിമയ്ക്കകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന അവരെയാണെങ്കിലും ബാക്കിയുള്ള എല്ലാവരെയും പരോക്ഷമായിട്ട് പിന്നെ ഈ പറയുന്ന രീതി ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് പിന്നെ വെട്ടിക്കളയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആ വിഷമം ഉണ്ടാവത്തില്ലേ? ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ഉണ്ടാവത്തില്ല. സിനിമയ്ക്കകത്ത് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാനായിട്ട്. കാരണം ഈ സിനിമ ബേസിക്കലി ഖുറൈഷ് ഈ പറയുന്ന സെയ്ദ് മസൂദിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ആ ലൈഫ് സ്റ്റോറി അവതരിപ്പിച്ചേക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുജറാത്ത് കലാപവും ഇന്ത്യൻ പൊളിറ്റിക്സും പിന്നെ ഖുറൈഷി എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറും, ഈ മൂന്നും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ഈ സിനിമയുടെ ഇത് പോകുന്നത്. കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അസീദ് മസൂദിൻ്റെ ചെറുപ്പകാലത്ത് അപ്പോൾ ഈ പറയുന്ന ഗുജറാത്തിൽ ആ സ്ഥലത്ത് പോയിട്ട് ബലാത്സംഗം ചെയ്തതിന് ശേഷം അയാൾ അപ്പോൾ അന്നേരം ഈ പറയുന്ന അസീദ് മസൂദിൻ്റെ പ്രായം വളരെ ചെറുതാണ്. പിന്നീട് അയാൾ വളർന്ന് വലിയ ആളായിട്ട് കേരളം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലൊക്കെ അയാൾ വരുന്നു. അയാൾക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തി, അയാളെ തീർക്കണം, അതേപോലെ തന്നെ കൊല്ലണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് സയ്യിദ് മസൂദ്. അതാണ് ഈ സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ പറയുന്ന രാഷ്ട്രീയത്തിലുള്ള പിന്നെ ചേരിതിരിവുകളും കാര്യങ്ങളെല്ലാം കാണിച്ചു പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും മെയിൻലി ഇത് സയ്യിദ് മസൂദിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് തോന്നുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്ന രാഷ്ട്രീയവും ഈ മുല്ലപ്പെരിയാറും പിന്നെ ഗുജറാത്ത് കലാപവും പിന്നെ അഫ്കോഴ്സ് ഖുറൈഷി എബ്രഹാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടേഴ്സും ഇതെല്ലാം കൂടി ആഡായി എന്നുള്ളത് മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണോ? ഒരു വിഭാഗത്തിനെ മാത്രം പരിഗണിച്ചാൽ മതി. അവർക്ക് മോശം വന്നു, അത് കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അതേ പരിഗണന തന്നെ കൊടുക്കണ്ടേ? അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്ന ചോദ്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. തമിഴ്നാട്ടിലും ഈ പറയുന്ന ഇതിനെതിരെ പ്രതിഷേധം, അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യം പറഞ്ഞ് ആറ് കാര്യത്തെ വെച്ചിട്ടുണ്ട് അതിന് പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം. എമ്പുരാൻ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിലും പ്രതിഷേധം. തമിഴ്നാട് കർഷക സംഘടനകളിലും സംരക്ഷണ സംഘടനയും പീപ്പിൾസ് അതോറിറ്റി ഓർഗനൈസേഷനും പ്രതിഷേധ പ്രകടനം നടത്തി. പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഫോട്ടോകളിൽ ചെരുപ്പ് കൊണ്ട് അടിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ ദ്രോഹികളെ
சக்திகள் முல்லை பெரியார் அணையை கட்டி ജീനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, അയൽനാട്ടിലും പ്രതിഷേധം എങ്ങനെയാണ് ഉയരുന്നത്? കർഷക സംഘടന എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്? പ്രതീക്ഷ, ഈ എമ്പുരാൻ സിനിമയിൽ ഏതാണ്ട് 999 വർഷം പഴക്കമുള്ള ഒരു ഡാമുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നേരിട്ട് പരാമർശമില്ലെങ്കിലും സാമ്യത ഈ വിഷയത്തിലുണ്ട്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ചില കർഷക സംഘടനകൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ മധുരയ്ക്ക് സമീപം ഉസ്ലംപട്ടി തേവർ പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. 2 സംഘടനകൾ ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നാളെയും സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധം കമ്പത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലിന്റെ ധനകാര്യ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നാണ് അൻവർ ബാലസിംഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കർഷക സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തമിഴ്നാട്ടിലെ ചില കർഷക സംഘടനകൾ ഉയർത്തി കാണുന്നത്. എന്നാൽ പ്രബല കർഷക സംഘടനകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണമോ പ്രതിഷേധമോ ആഹ്വാനം ചെയ്തിട്ടില്ല. ഉണ്ടല്ലോ, തമിഴ്നാട്ട് വരെ സംഭവം എത്തി. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ചൊല്ലിയുള്ള പരാമർശമാണ് പ്രതിഷേധത്തിന് കാരണമായെന്നാണ് പറയുന്നത്. പിന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റി അവിടെ അങ്ങനെ പ്രതിഷേധിക്കേണ്ട പരമായിട്ടുള്ള കാരണങ്ങളൊന്നും ഞാൻ സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ല. പിന്നെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നുമില്ല, നെടുമ്പള്ളി ഡാം എന്നാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ 999 വർഷത്തെ അത് കൂട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബേസിക്കലി മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഷയമാണ് ഇതിനെ ആക്കം കൂട്ടുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പോസ്റ്റും കൂടി വായിക്കാം. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ക്രൈസ്തവ വിശ്വാസികളുടെ വിഷമം കാണാതെ പോയി, എമ്പുരാനെതിരെ സീറോ മലബാർ സഭ. ഇപ്പോൾ വന്നൊരു പോസ്റ്റാണ്. എന്താ പറയുക, കാലം പോയ പോക്കേ. ഇപ്പോൾ ഒരാളെ വിമർശിച്ചു കഴിഞ്ഞാൽ കേരള സ്റ്റോറിയും പിന്നെ ഈ പറയുന്ന കാശ്മീർ ഫയൽസും വന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. കേരള സ്റ്റോറി എന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം കള്ളത്തരമായിരുന്നു. അപ്പോൾ അതിനൊരു പ്രശ്നമില്ല. അവിടെ സിനിമയായിട്ട് കാണണമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഏതാണ്ട് എമ്പുരാൻ്റെ വിഷയം വന്ന സമയത്ത് അതിനകത്ത് അവരുടെ മനംമാറ്റം കണ്ടില്ലേ? എന്താ പറയുക.